വളയിട്ട കൈകളിൽ ഈ ഓട്ടോറിക്ഷകൾ ഇനി ഭദ്രം. മട്ടന്നൂർ നഗരസഭ 3 സ്ത്രീകൾക്കായി ഓട്ടോറിക്ഷകൾ നൽകി. വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് നിർവഹിച്ചു. ഏത് പ്രതിസന്ധിയുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും വിജയപുറത്തുന്നവരായി കുടുംബശ്രീ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വനിതാ ഘടക പദ്ധതി വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ തുക ആ മേഖലയ്ക്ക് മാറ്റിവെക്കുമെന്ന് പറയുന്നത്. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ആ സംരംഭങ്ങളിലൂടെ ജീവിത വരുമാനം വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ഈ ഓട്ടോറിക്ഷ പദ്ധതിനെ കൂടുതൽ തുക നമ്മൾ വകയിരുത്തുകയാണ്. പക്ഷെ അപേക്ഷിച്ച എണ്ണം കുറഞ്ഞു. വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന 4 പേരിൽ 3 പേർ എന്തായാലും നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. ഏത് തൊഴിലും അഭിമാനത്തോടുകൂടി എടുക്കാൻ തയ്യാറായിട്ട് അവർ വന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രചോദനമാണ്. എൻ്റെ മട്ടന്നൂർ നഗരത്തിൽ ഒരു 50 ഓട്ടോ സ്ത്രീ തൊഴിലാളികൾ പറ്റൂരിൽ 700-ലധികം ഓട്ടോറിക്ഷകളോടും നഗരമാണ്. അവിടെ 50 സ്ത്രീകളുണ്ടാകും. അത് മാതൃകയാണ്. മട്ടന്നൂരിലെ ഓട്ടോറിക്ഷ മേഖലയിലെ മാതൃകയായിട്ട് മാറും. നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 3 പേർക്ക് ഓട്ടോറിക്ഷ നൽകിയത്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പ്രസീന അധ്യക്ഷയായി. കൗൺസിലർമാരായ പി ശ്രീനാഥ്, പി അനിത, കെ അഭിമന്യു, കെ രജത, പി രാഘവൻ, വി എൻ മുഹമ്മദ്, എ മധുസൂദനൻ, CDS ചെയർപേഴ്സൺ പി രേഖ, വൈസ് ചെയർപേഴ്സൺ എം കവിത എന്നിവർ സംസാരിച്ചു.